Hello viewers, welcome to Rolls for YouTube channel. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ സോഫ്റ്റി മെഷീന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നുള്ളത്. ഇന്ന് നമ്മൾ സോഫ്റ്റി മെഷീന്റെ ഒരു ഫുൾ ഐസ്ക്രീം മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മെഷീനെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സോ ആദ്യം തന്നെ നമുക്ക് മെഷീന്റെ പാർട്സിലേക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. മെഷീൻസിന്റെ കൂടെ വരുന്ന പാർട്സ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഞാനിത് ഓരോന്നും എന്താണെന്നുള്ളത് സെറ്റ് ചെയ്ത് ഇതിനെ തുടർന്ന് തന്നെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മെഷീന്റെ മെയിൻ ബീറ്റർ എന്ന് പറയുന്നത്. ഈ ബീറ്ററിലാണ് നമ്മൾ ഐസ്ക്രീംസ് മേക്ക് ചെയ്യുമ്പോൾ ഇതിനെ ഫോർവേഡ് പുഷ് ചെയ്യുന്നത്, മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ബീറ്റർ. എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക ഈ ഒരു വാഷർ ഇവിടെ ഫിറ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് നമ്മൾ ബീറ്റർ ആദ്യം ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു സ്പ്രിംഗ് ആക്ഷൻ കിട്ടണം, അതാണ് അതിന്റെ കറക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. 2 ബീറ്ററാണ് നമുക്ക് വരുന്നത്. 2 ബീറ്റർ നമ്മൾ വാഷർ ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെക്കുക. ഈ ഒരു സ്പ്രിംഗ് ആക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പം ബീറ്റേഴ്സ് ഇന്നായി. അടുത്ത് നമ്മൾ ആ മെയിൻ ഹെഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതായിരിക്കും നമ്മുടെ ആ മെയിൻ ഹെഡ് വരുന്നത്. ഈ ഹെഡിലേക്ക് നമ്മൾ നമ്മുടെ നോബുകൾ 1 by 1 ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാണ്. നമ്മൾ ഐസ്ക്രീം ഡിസ്പെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റോഡുകളാണിത്. സോ ഇപ്പം നമ്മളത് സെറ്റ് ചെയ്തു. ഈ ഒരു ഹെഡ് സെറ്റ് ചെയ്തു. ഇതിലും 2 വാഷർ വരുന്നുണ്ട്. ഈ 2 വാഷർ ഇതിൽ ഫിക്സഡ് ആണെന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് മെഷീൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലീക്കുകൾ കാര്യങ്ങളൊക്കെ വരും. ഇത് രണ്ടും ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഈ ഒരു ഹെഡിലേക്ക് ഫിക്സ് ചെയ്യുക. മെഷീന്റെ കൂടെ നമുക്ക് 4 ഈ ഒരു സ്ക്രൂസ് വരുന്നുണ്ട്. ഈ ക്യാപ്പ് വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്യുക. സോ അടുത്ത് നമ്മുടെ ട്രേ ആണ്. ഇത് നമ്മൾ ഈ ഐസ്ക്രീംസ് ഇതിന് ഡ്രിപ്പ് ആവുന്നത് കളക്ട് ചെയ്യാൻ പറ്റുന്ന ട്രേ ആണ്. ഇത് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക. ട്രേ നമ്മൾ വെച്ചു. ഇത് കോൺ ഹോൾഡേഴ്സ് ആണ്. കോൺ ഹോൾഡേഴ്സ് നമുക്ക് ഐസ്ക്രീമിന്റെ കോൺസ് ഇതിൽ ഫില്ല് ചെയ്തിട്ട് ആ മെഷീനിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ള അറ്റാച്ച്മെന്റ്സ് 2 വരുന്നത്. അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 by 1 കോൺ പുഷ് ചെയ്തങ്ങ് എടുത്താൽ മതി. 2 കോൺ ഹോൾഡേഴ്സ് വരുന്നുണ്ട് മെഷീൻ്റെ കൂടെ. അതുപോലെ തന്നെ വരുന്നൊരു ഇതാണ്, നമുക്കൊരു കിറ്റ് വരുന്നുണ്ട്. ഒരു സ്പെയർ കിറ്റാണ്. അഡീഷണൽ വാഷേഴ്സ് ഉണ്ട്, ബീറ്ററിൻ്റെ വാഷേഴ്സ് ഉണ്ട്, ഗ്യാസ് കിറ്റ് ഉണ്ട്, 2 ഓറിങ്സ് ഉണ്ട്, സ്ക്രൂ ഉണ്ട്, നോസിൽസ് ഉണ്ട്. നമ്മുടെ ഐസ്ക്രീം ഡിസ്പെൻസ് ചെയ്യുന്ന പോയിന്റിലെ നോസിലാണത്. പിന്നെ ഒരു അഡീഷണൽ സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ലൂബ്രിക്കൻ്റ് ആണ്, എഡിബിൾ ലൂബാണ്. നമ്മൾ ഐസ്ക്രീം ഡിസ്പെൻസ് ചെയ്യുന്ന ആ ഒരു ഷാഫ്റ്റിന് ടൈറ്റ്നസ് വന്നാലും നമുക്ക് ഈ ഒരു ലൂബ്രിക്കൻ്റ് തൂത്ത് കൊടുത്താൽ അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലോ കിട്ടും. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സ്പെയർ കിറ്റായിട്ട് വരുന്നത്. ഇത് ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. മെഷീൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എൽ കീസ്, പിന്നെ ഒരു അഡീഷണൽ കീയും കൂടി ഉണ്ട്. ആ കീ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷീനിൽ കോൺ കൗണ്ട്സ് ഉണ്ടാവും. ആ കോൺ കൗണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ടുള്ള കീ ആണ്. ആ കൗണ്ടർ സ്വിച്ചിലിട്ടാൽ നമുക്ക് ആ കോൺ കൗണ്ട് വീണ്ടും റീസെറ്റ് ടു 0 നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഇത് നമ്മുടെ ടോപ്പിലെ ടാങ്ക്, ഹൂപ്പർ ടാങ്കിൻ്റെ ലിഡാണ്. അത് 2 പീസ് മെഷീൻ്റെ ഓൾറെഡി മെഷീൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടാവും. സോ ഇപ്പോൾ നമ്മുടെ മെഷീൻ്റെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫുള്ളി ഓക്കെയാണ് മെഷീൻ. നമ്മൾ ഐസ്ക്രീംസ് ഉണ്ടാക്കാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഇതിലേക്ക് നമ്മൾ അതിൻ്റെ ഫിക്സിങ് എല്ലാം തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് കണക്ട് ചെയ്യുന്ന ഒരു പവർ പ്ലഗിലായിരിക്കണം. പവർ പ്ലഗിൽ മാത്രമേ നമ്മൾ കണക്ഷൻ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ 1.5 ടൺ AC സ്റ്റെബിലൈസർ വേണം യൂസ് ചെയ്യാൻ. സോ നമ്മുടെ മെയിൻ പവർ സ്വിച്ചാണ് ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ നമുക്കിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. കറണ്ട്, വോൾട്ടേജ് എത്രയാണ്, ടൈമർ, കോൺ നമ്പർ 000 കിടക്കുന്നു, സെറ്റ് ടെമ്പറേച്ചർ സെറ്റ് വാല്യൂ 5 ആണ്, ടെമ്പറേച്ചർ 90 ഡിഗ്രി, അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എപ്പോഴും മെഷീൻ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിന് സാധാരണ വെള്ളം 2 ടാങ്കിലേക്കും വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേയിൽ ക്ലീൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ആ ക്ലീൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് ഒന്ന് ക്ലീനിൽ റൺ ചെയ്യുക. റൺ ചെയ്തതിന് ശേഷം നമ്മൾ ഐസ്ക്രീം ഡിസ്പെൻസ് ചെയ്യുന്ന പോലെ തന്നെ ആ നോസിൽസിൽ കൂടെ അതെല്ലാം പുഷ് ചെയ്തിട്ട് വെള്ളം ആ നോസിലിൽ കൂടെ എടുത്ത് നമ്മൾ ഔട്ട് എടുക്കുക, ക്ലീൻ ചെയ്യുക. ഇപ്പം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം നമുക്ക് ഐസ്ക്രീംസ് വരുന്ന നോസിൽസിൽ കൂടെ തന്നെ നമുക്ക് ഔട്ട് വരുന്നുണ്ട്. ഈ സെയിം പ്രോസസ്സ് നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. മെഷീൻ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീനായി, അതുപോലെ തന്നെ ക്ലീനായെന്നും കൺഫേം ചെയ്യണം. വെള്ളം കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ആയെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. വെള്ളം അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ബീറ്ററിനും മെഷീനും ഒക്കെ കേടാണ്. ഒരിക്കലും വെള്ളം മെഷീൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച് ഫ്രീസ് തണുപ്പിക്കാൻ പാടില്ല. അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക വെള്ളം കംപ്ലീറ്റ് അതിൽ നിന്ന് പോയി എന്നുള്ളത്. നമ്മൾ ഐസ്ക്രീം മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ പ്രീമിക്സ് മിക്സ് ചെയ്യാണ്. അത് ഡിപ്പെൻഡിങ് ഓൺ ബ്രാൻഡ്, ഓരോ മിക്സിംഗ് റേഷ്യോസ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ 1 kg പ്രീമിക്സിന് 4 ലിറ്റർ ഓഫ് മിൽക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മളൊന്ന് ഒരു ബൗളിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. മിൽക്കും പൗഡറോട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക.
ഐസ്ക്രീംസ് ലോഡ് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ അതിന്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ ബാക്കി ഐസ്ക്രീം മേക്കിംഗ് പ്രൊസീജിയറിൽ നമ്മൾ സ്വിച്ചസിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ കാണാം, നമ്മുടെ പ്രീ കൂളിന്റെ ടെമ്പറേച്ചർ വിസിബിൾ ആണ്, 0 കോൺസ് കാണാം, വോൾട്ടേജ് കാണാം, ഡിസ്പ്ലേ കംപ്ലീറ്റ് ഓൺ ആയി. ഇനി നമ്മൾ മെഷീൻ ഓൺ ചെയ്യാൻ പോവാണ്. ഈ ഓട്ടോ എന്ന് പറഞ്ഞ ബട്ടൺ ആണ് മെഷീന്റെ മെയിൻ പവർ ബട്ടൺ, അല്ലെങ്കിൽ മോട്ടോർ പ്ലസ് കംപ്രസർ സ്വിച്ച് ഓൺ ആകാനായിട്ടുള്ള ബട്ടൺ. അത് ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം മേക്കിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഇവിടെ ഒരു 2.83 എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ വരുന്നുണ്ട്, ഇവിടെ 4 എന്ന് പറഞ്ഞൊരു ഫിഗർ വരുന്നുണ്ട്. ഐസ്ക്രീം റെഡി ആയി എന്നുള്ള നമ്മുടെ ഇന്റിമേഷൻ എന്ന് പറയുന്നത് ഈ വാല്യൂവും 4 ആവും. ഈ വാല്യൂ 4 ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ഐസ്ക്രീം ഡിസ്പെൻസ് ചെയ്യാൻ തുടങ്ങാവുന്നത്. സോ നമ്മൾ ആദ്യം ഓട്ടോ പ്രസ് ചെയ്തു. ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ട ഈ കൂൾ എന്നുള്ള ബട്ടണാണ്. അതായത് ഇതൊരു ഡബിൾ കംപ്രസർ മെഷീനാണ്. ഡബിൾ കംപ്രസർ മെഷീനിൽ നമ്മൾ ഐസ്ക്രീം ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിന് കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഡബിൾ കംപ്രസർ. അപ്പോൾ അതിനുള്ള കൂൾ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് പ്രീ കൂൾ ഓൺ ആയിരിക്കുന്ന കാണാം, മെയിൻ കൂളിംഗ് ഓൺ ആയിരിക്കുന്ന ഡിസ്പ്ലേയിൽ കാണാം. പിന്നെയുള്ള നമുക്ക് പഫിംഗ് ഓപ്ഷനാണ്. ഐസ്ക്രീംസിലേക്ക് നമുക്ക് എയർ ആഡ് ആവാനായിട്ടുള്ള എയർ പമ്പ് ഓൺ ആവാനായിട്ടുള്ള ഓപ്ഷനാണ്. അത് പഫ് ആവാനായിട്ട് നമ്മൾ ഈ പഫിന്റെ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പമ്പ് എന്ന് പറഞ്ഞ ഇവിടെ അതും സ്വിച്ച് ഓൺ ആയിരിക്കുകയാണ്. സോ മെഷീന്റെ വേണ്ടിയതായിട്ടുള്ള എല്ലാ സ്വിച്ചസും നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ വാല്യൂ 4ലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് ഐസ്ക്രീം ഡിസ്പെൻസ് ചെയ്യാവുന്നതാണ്. ബാക്കി നമുക്ക് വരുന്ന ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒന്ന് സെറ്റ് ഓപ്ഷനാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമിന്റെ ഹാർഡ്നെസ് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 എന്നുള്ള വാല്യൂ നമുക്ക് 5ലോ 6ലോ കയറ്റി നമുക്ക് കൂട്ടിയിടാം. അതിനാണ് സെറ്റ് ഓപ്ഷൻ വരുന്നത്. ക്ലീൻ എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ഓട്ടോ ഓഫ് ചെയ്ത് ആ ഓട്ടോയിൽ പ്രസ് ചെയ്ത് മെഷീൻ ഓഫ് ചെയ്തതിനു ശേഷം ക്ലീൻ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ക്ലീനിങ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ മെഷീൻ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. നമ്മുടെ നോർമൽ ഫ്രിഡ്ജിനൊക്കെ ഉള്ളതുപോലെ തന്നെ കംപ്രസർ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് 3 to 6 എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 3 സെറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി 3 മിനിറ്റ്സിൽ റീസ്റ്റാർട്ട് ആവും. 7 സെറ്റ് ചെയ്താൽ 7 മിനിറ്റ്സ് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ആവുള്ളൂ. നമുക്ക് കസ്റ്റമർ ഫ്ലോ കുറവായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ 7 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറണ്ട് സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണ് ടൈമിന്റെ ഓപ്ഷൻ വരുന്നത്. പിന്നെ പഫും പ്രീ കൂളും ഞാൻ പറഞ്ഞു. പഫും നമ്മൾ ഐസ്ക്രീമിൽ എയർ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. കൂളെന്ന് പറയുന്നത് നമ്മൾ ഡബിൾ കംപ്രസർ മെഷീനിൽ ടോപ്പിലെ ടാങ്കർ ഹൂപ്പറിന് കൂളിംഗ് കൊടുക്കാനായിട്ടുള്ളതാണ് കൂൾ ഓപ്ഷൻ. സോ നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഐസ്ക്രീം ഇതിൽ എടുത്ത് കാണിക്കാൻ പോവുകയാണ്. ചോക്ലേറ്റ് നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര കോൺസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇപ്പം ഇതിൽ കാണിക്കുന്നത്. I feel cozy, yeah. Can you hold up? Don't need no coffee yet. Got no makeup. How do you look so fine? Bust up, bust up. How did I make you mine? Stay a minute, another minute. Hold on a second, I love this moment, yeah. Stay a minute, another minute. Hold on a second, I love this moment, yeah. Love when we take our time to make love. Promise you I'm not wasting time in the bathtub. We don't gotta rush, no. Never gonna rush, no. My life's in a slow-mo, always in a slow-mo. I still show up on time. Stay a minute, another minute. Hold on a second, I love this moment, yeah. Stay a minute, another minute. Hold on a second, I love this moment, yeah. Stay a minute, another minute. Hold on a second, I love this moment, yeah. Stay a minute, another minute. Hold on a second, I love this moment, yeah. ക്ലീനിങ് ആണ്. ക്ലീനിങ്ങിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഓട്ടോ പ്രസ് ചെയ്ത് മെഷീൻ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ക്ലീൻ ബട്ടൺ പ്രസ് ചെയ്യുക. ക്ലീൻ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെഷീൻ്റെ മോട്ടോർ മാത്രമായിട്ട് റൺ ചെയ്യാവും. ആ ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക.
വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളം നമ്മൾ ഈ ഐസ്ക്രീം എടുത്ത പോലെ തന്നെ ഏകദേശം ഒരു 3 മിനിറ്റ് റൺ ചെയ്യണം. വെള്ളം ഒഴിച്ച് ഒരു 3 മിനിറ്റ് ക്ലീനിൽ റൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ വെള്ളം ഈ ഒരു ഇതിൽ കൂടെ തന്നെ ഔട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ആ ഒരു ചോക്ലേറ്റ് ആയിട്ട് ആ ഫ്ലേവറിൽ തന്നെ വെള്ളം നമുക്ക് വരുന്നുണ്ട്. കളർ ചേഞ്ച് ആവുന്ന നമുക്ക് കാണാം. അപ്പോൾ ആ കളർ ചേഞ്ച് ആവുന്നതനുസരിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക വർക്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു ക്ലിയർ വാട്ടറാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട് വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു സെയിം വേയിൽ നമ്മളൊരു 3 പ്രാവശ്യം ഒരു 3 മിനിറ്റ് വെച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് വെള്ളം ഒന്ന് ഒഴിച്ചു, 3 മിനിറ്റിൽ ക്ലീൻ ഇട്ട് റൺ ചെയ്തു, ആ വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. രണ്ടാമത് നമ്മൾ പിന്നെ ക്ലിയർ ആയി വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കുക, റൺ ചെയ്യുക, 3 മിനിറ്റ്സ് വീണ്ടും 3 മിനിറ്റ്സ് റൺ ചെയ്യുക. അതിനുശേഷം ആ വെള്ളം നമ്മൾ വിഡ്രോ ചെയ്യുക. ലാസ്റ്റ് ഒരു ട്രിപ്പ് കൂടെ വെള്ളം ഒഴിക്കുക. ആ വെള്ളം നമ്മൾ എന്നിട്ട് വിഡ്രോ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹെഡ് ഫുള്ള് അഴിച്ച് റിമൂവ് ചെയ്യാവുന്നതാണ്. വെള്ളം ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ 3 ദിവസത്തിൽ കൂടെ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നല്ല ക്ലിയർ വെള്ളം തന്നെ വന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം നമുക്ക് ഔട്ട് കിട്ടുക. സോ ഇനി നമുക്ക് ഇതിന്റെ ഹെഡ് ബീറ്റർ ഒക്കെ അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഈ ക്ലീൻ എന്ന് പറഞ്ഞ ബട്ടൺ ഓഫ് ചെയ്യുക. മെഷീൻ ഓഫായി. നമ്മളിതിന്റെ വാഷ് എടുത്തത് വാഷ് തേക്ക്. ഇപ്പം നമ്മൾ പാർട്സ് എല്ലാം ഊരി കഴിഞ്ഞു. നമ്മളതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് ക്ലീൻ ചെയ്യുക. ഈ ബീറ്ററിന്റെ അകത്ത് ഒന്ന് ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് നമ്മൾ ഈ ബീറ്ററിന്റെ അങ്ങനെ ഒന്ന് തുടച്ച് എടുക്കുക. ഈ പാർട്സ് എല്ലാം നമ്മൾ പുറമെ കഴുകി വൃത്തിയാക്കി വെക്കുക. വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ നാളെ വീണ്ടും ഡ്രൈ ആയിട്ട് തിരിച്ച് റീസെറ്റ് ചെയ്യുക. സോ അതാണ് ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സ്. താങ്ക് യു.